ഒരാൾ ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കേടുവരും. നമ്മൾ കേടുവന്ന് നമ്മളത് വീട്ടിൽ കലഹം ഉണ്ടാക്കുമ്പോൾ നമ്മളെ വീട്ടിലെന്താവും, നമ്മളെ വീട് കേടുവരും. നമ്മുടെ വീട്ടിൽ അത് പ്രശ്നമായി, അതങ്ങനെയായി ഇങ്ങനെയായി നമ്മുടെ സമൂഹം നശിക്കും. സമൂഹം നശിച്ച് അത് നമ്മുടെ രാജ്യം നശിക്കുക. ഈ ഡ്രഗ്സിനോട് നോ പറയാൻ കഴിയണം. ഇപ്പം നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന സമയങ്ങളിൽ പലരും ഇപ്പം മൊബൈലിലോ അല്ലെങ്കിൽ ഇപ്പോൾ പുറത്ത് കൂട്ടുകാരുടെ കൂടെ പോയവരുണ്ടാവാം. ലഹരിന്റെ പിന്നാലെ പോണേ ടെൻഷന് കുറെ സ്ട്രെസ്സൊക്കെ ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാം. അതായത് ഒരു യാത്ര പോവാ, എടുക്കലൊക്കെ. ഈ കുട്ടികളുടെ ഈ വലിയ ആൾക്കാർക്ക് കൊടുക്കാവുന്ന എല്ലാ ഇംപ്രൂവ്മെന്റ്സും സ്കിൽ ഡെവലപ്മെന്റും എല്ലാം ഈ കുട്ടികൾക്ക് തന്നെ കൊടുക്കാൻ പറ്റും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് 2018 നമ്മുടെ പുളിക്കൽ എല്ലോവിന്റെ ജൂനിയർ JC എന്നുള്ളത്. സ്റ്റാർട്ട് ചെയ്തത് 0 മെമ്പേഴ്സ് വെച്ചിട്ടായിരുന്നെങ്കിലും അത് കഴിയുന്ന 6 വർഷം കഴിയുമ്പോഴേക്കും 90ഓളം വരുന്ന ആക്റ്റീവ് ആയിട്ടുള്ള മെമ്പേഴ്സിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ എന്തിനാണ് ഈ 90 കുട്ടികൾ ഇങ്ങനെ ആക്റ്റീവ് ആയിട്ട് വന്നതെന്നുള്ളതായിരിക്കും അടുത്ത ചോദ്യം. ഈ 90 കുട്ടികൾ വന്നിട്ടുള്ളത് അവന്റെ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്, ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ്. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഡ്രഗ്സ്. പുതിയതല്ലേ, ഒന്ന് പരിശ്രമിച്ച് നോക്കാം എന്നുള്ള ഒരു ഇതിന് തുടങ്ങുകയാണ്. ഇന്നിപ്പോ നമ്മള് ആന്റി ഡ്രഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഓരോ കുട്ടികളും നമ്മുടെ ചേച്ചീസോടെ ഒന്ന് സംസാരിക്കും. കഴിഞ്ഞ ഞായറാഴ്ച എന്ന പരിപാടി ഓർമ്മയില്ല, അതിന്റെ ഇടയ്ക്ക് കുറെ സംഭവങ്ങൾ നടന്നുകൊണ്ട് നമ്മൾ കുറെ മറന്നുപോയി. പരിപാടിയുള്ള ദിവസമായപ്പോൾ ഞാൻ പരിപാടിക്ക് പോയില്ല, പേടിയായിരുന്നു. മിഡിൽ ടൈം ഒക്കെ ആയപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. പ്രസംഗം വെച്ചാൽ ചിലപ്പോൾ ഓടി പോകാൻ തോന്നുന്നു. പ്രസംഗമാണ് ഏറ്റവും വലിയ കല. അതിനത്ര ആ ഒരു കുട്ടികളെ ആ തരത്തിലേക്ക് എന്ത് സംസാരിക്കണം, എന്ത് ചിന്തിക്കണം, അതൊക്കെ കാണുമ്പോൾ അസൂയ തോന്നി. എനിക്കും ചെറുപ്പകാലത്തൊക്കെ ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും പരിപാടി രീതിയിൽ പിന്നിൽ പ്രവർത്തിച്ച വളരെ സ്നേഹത്തോടെ കൂടി അതിലെന്താണെന്നുള്ള ഉൾക്കൊള്ളുന്ന പഠിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഇരിക്കുക, നമ്മളെ തെറ്റുകൾ വരുത്തുക, നമ്മൾ ശരിയാക്കുക, നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ സെറ്റിംഗ്സ് എന്നുള്ളത്. പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.